ജീർണിച്ചതും ട്രെയിനിടിച്ച് വികൃതമായതുമടക്കമുള്ള മൃതദേഹങ്ങൾ എടുക്കുന്നതിന് പോലീസിനെ സഹായിക്കുന്ന സോമൻ കാലിന് അണുബാധയേറ്റ് ചികിത്സയിൽ. മൃതദേഹത്തിൽ നിന്നാണ് സോമൻ അണുബാധ ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. ഇലന്തൂർ നരബലി കേസിലടക്കം പ്രമാദമായ പല കേസുകളിലും സോമനാണ് പോലീസിന് സഹായവുമായി എത്തുന്നത്. അഴുകിയതും പുഴുവരിച്ചതും ക്രൂര കൊലപാതകങ്ങളെയും ഉൾപ്പെടെ ആരും തൊടാൻ മടിക്കുന്ന 6000-ലധികം മൃതദേഹങ്ങൾ പോലീസിനായി എടുത്തു നൽകിയിട്ടുണ്ട് തിരുവല്ല സ്വദേശിയായ സോമൻ. ജൂൺ 2-ന് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ മുള്ളുകൾക്കിടയിൽ 22 ദിവസം പഴക്കമുള്ള പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എടുക്കുന്നതിനിടെയാണ് അണുബാധയുണ്ടായത്. ധരിച്ചിരുന്ന PPE കിറ്റ് തുളച്ച് കാലിന്റെ തുടഭാഗത്ത് കൊണ്ട് മുള്ളിൽ നിന്നുമുണ്ടായ മുറിവ് വഴിയാണ് അണുബാധ. ജൂൺ 2-ന് തന്നെ ആരംഭിച്ച പനിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ മൃതദേഹത്തിൽ നിന്നുമുണ്ടായ അണുബാധയാണ് കാരണമെന്ന് തിരിച്ചറിയാൻ 1 മാസത്തോളം വേണ്ടിവന്നു. പിന്നീട് 4 തവണ കാലിൽ ശസ്ത്രക്രിയ ചെയ്തു. ഇപ്പൊ തന്നെ ഒരു 3 ലക്ഷം രൂപയോളം അടച്ചു. ഇനി ഒരു 280ഓളം ഇപ്പോൾ അടയ്ക്കണമെന്നുള്ള ബില്ല് വന്നു കഴിഞ്ഞു. നമുക്കിപ്പോൾ ഒരു നിവൃത്തിയുമില്ല അടയ്ക്കാൻ. പോലീസുകാരെല്ലാം സഹായിച്ച 1.5 ലക്ഷം അടച്ച, പിന്നെ മുതലാളി വീട്ടിൽ നിൽക്കുന്ന മുതലാളി പുള്ളിക്കാരനും കൂടെ ഒക്കെ അടച്ചായിപ്പം ഞങ്ങളും കൂടെ ഒക്കെ അടച്ചായപ്പോൾ ഒരു 3-3.5 ലക്ഷത്തോളം അടച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 2.5-3 ലക്ഷം രൂപയോളം ഇപ്പോൾ ബില്ല് വന്നു കഴിഞ്ഞു. കൊച്ചിനോട് പറഞ്ഞിട്ടില്ല, എന്നാ ഞങ്ങൾ ഇതുവരെ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പം ഇപ്പോൾ 1.5 മാസത്തോളമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും കിടക്കണമെന്നുള്ളത് ഡോക്ടർ പറഞ്ഞ പോലെ കിടക്കണം. നമുക്കിനി ഒരു നിവൃത്തിയില്ല. നമുക്കിനി അടയ്ക്കാനുള്ള നിവൃത്തി നമുക്കില്ല. നല്ല സാമ്പത്തികമില്ല നമുക്കിപ്പം. ഇനിയും ഡോക്ടർ പറയുന്നിടം വരെ നമുക്ക് കിടന്നേ പറ്റത്തുള്ളൂ. അത് മാറുന്നിടം വരെ കിടക്കണം. ആകെ ബുദ്ധിമുട്ടാണ്. ആകെ ബുദ്ധിമുട്ടത്തില്ല ഞങ്ങളിപ്പോൾ. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 7 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലുമായിരുന്നു. അണുക്കൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ 31-ാം ദിവസമാണ്. അണുക്കൾ കണ്ടുപിടിക്കാൻ വൈകി. 4 സർജറി കഴിഞ്ഞു. ഇനിയും 3 ആഴ്ച കൂടി കിടക്കണം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ വരെ സോമൻ മൃതദേഹം എടുത്തു നൽകാൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. നമസ്കാരം. ഞാൻ പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്ന് ഒരു ബോഡി എടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചത് ചന്ദനപ്പള്ളിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ റൂട്ട് അറിയാത്തതുകൊണ്ട് അവർ റോഡിൽ നിൽക്കാൻ പറഞ്ഞു. ഓമല്ലൂർ കഴിഞ്ഞ് അവിടെ നിൽക്കേ എന്ന് പറഞ്ഞ് ഞാനവിടെ ഇവിടുന്ന് ചെന്നു. അവർ എന്നെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്ന് ബോഡി കണ്ടു. ഞാൻ കണ്ടപ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനൊക്കത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പഴയ ബോഡിയാണ് അവരെന്നെ വിളിക്കാറുള്ളത്. അവിടെ ചെന്ന് ഞാൻ ബോഡി കണ്ടപ്പോൾ ഒരു കാടിനകത്ത് മൊത്തം മുള്ളാണ്. മുള്ളെന്ന് പറഞ്ഞാൽ കട്ടകാര മുള്ളും, പിന്നെ ഒരു ഇത്രയും വിടവേ ഉള്ളൂ. നമുക്കൊന്ന് എടുക്കാനായാലും കൊണ്ടുവരാനായാലും ഒരു വിധത്തിലൊന്നും ചെയ്യാനൊക്കുന്ന സാഹചര്യമല്ലായിരുന്നു. ഞാൻ PPE കിറ്റ് ഞാൻ എല്ലാ സേഫ്റ്റിയും ചെയ്താണ് കയറിയത്. അങ്ങോട്ട് കയറിയപ്പം PPE കിറ്റ് അല്ലെങ്കിൽ മുള്ളുകൊണ്ട് എൻ്റെ തുടയൊന്ന് പോറിയായിരുന്നു. അന്നേരം അത്ര വലിയ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് ബോഡി പുറത്തിറക്കിയെങ്കിലേ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തുള്ളായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഓരോ മുള്ളുകളും ഞാൻ കണ്ടിച്ച് മാറ്റി. ഇതാണ് ഒരു പ്ലാസ്റ്റിക് കയറ്റിയിട്ട് ഇത് എടുത്ത കൂട്ടത്തിൽ എടുത്ത് പൊക്കി കൊടുത്തില്ല. ഈ ബോഡി മുള്ളിനകത്ത് വില്ല് പോലെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെയും വന്ന് കാലയിൽ അടിച്ചു. അന്നേരം നമ്മൾ വലിയ കാര്യമാക്കി എടുത്തില്ല. ഇപ്പം PPE കിറ്റ് ഇവിടെ തൊട്ടും കീറിപ്പോയി, താഴെ കീറിപ്പോയി. രണ്ടാമതിൻ്റെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ബോഡി ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ അന്നേരം അവിടെ ചെന്നപ്പോഴേ അവിടുത്തെ ഫോറൻസിക്കും ഫോട്ടോഗ്രാഫറും എല്ലാവരും പറഞ്ഞു, സോമൻ ചേട്ടാ ഇതാർക്കെങ്കിലും പണി മേടിക്കുന്നൊരു കേസ് കിട്ടാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം എന്തോ ഇവരെ പന്തികേടുള്ള ഇതാണെന്നുള്ളത് മനസ്സിലായി. എന്നോട് മാസ്ക് വയ്ക്കണ്ടെന്ന്, ഞാൻ സാറിന് മാസ്ക് വയ്ക്കത്തില്ല എന്ന് പ്രത്യേകിച്ച് മേഡം ഫോറൻസിക്കിലെയും പിന്നെ ഫോട്ടോഗ്രാഫറും പറയും മാസ്ക് വെച്ചിട്ട് കയറിയാൽ മതി എന്നും പറഞ്ഞാൽ SI തന്നെ മാസ്ക് വെച്ച് ഞാൻ കയറി. ഇതെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് നടത്തി പാക്ക് ചെയ്ത് പോയിരുന്നു. അന്നും വൈകിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചെറിയ പനി അടിച്ചു. വൈകിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തു. കാര്യം പറഞ്ഞു ഇന്നൊരു മുള്ളും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തൊട്ട് വേദന കണ്ടവനായെന്ന് വെച്ചാൽ ഈ തുട വരെ വേദനയായി. ഞാൻ മുതലാളിയുടെ വീട്ടിലായിരുന്നു. വീട്ടിലോട്ട് ഞാൻ പിള്ളേരെ ആരൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു
11 മണിയായപ്പം കിടന്നുറമ്പിച്ചെന്ന്. ഈ വിഷത്തിൻ്റെ മുള്ളായതുകൊണ്ട് നമുക്ക് കാണിക്കാമല്ലോ, നിങ്ങൾ കിടന്നുറമ്പിച്ചെന്ന്. അവിടുന്ന് 2 ഗുളികയും മേടിച്ച് അവർ പറഞ്ഞു പിന്നെ ഇതിനകത്ത് കലക്കി കുടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഴമ്പ് പോലെ ഇടണമെന്ന് പറഞ്ഞാൽ പൊടിയും തന്നു. ഇതെല്ലാം ഇട്ടു. ഒരു 7 മണിയായപ്പം തൊട്ട് എനിക്ക് ശ്വാസം മുട്ടിട്ട് നിൽക്കാനും മേല, ഇരിക്കാനും മേല, ഒന്നും മേലാത്ത ഒരു 11:30 12 വരെ പിടിച്ചു നിന്നു. 12 മണിയാകുമ്പോൾ എങ്ങനെയോ ഞാൻ മോനെ വിളിച്ചു, മോനെ എങ്ങനെയും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഗേറ്റിൻ്റെ മലയാളിയുടെ ഗേറ്റിൻ്റെ റിമോട്ടും എടുത്ത് വണ്ടിയുടെ താക്കോലും എടുത്ത് നേരെ കാറിൽ കയറി പോയിരുന്നു. ഇവിടെ വന്നു. അന്ന് വന്നപ്പം പിന്നെ ഡോക്ടർ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം നോക്കിയപ്പോൾ എൻ്റെ അന്തരീക്ഷം വളരെ മോശമാണ്. പിന്നെ നേരെ ICUയിലോട്ട് കയറ്റി. ICUയിലോട്ട് കയറാൻ നേരത്തെ എനിക്കൊരു വെളിവെന്ന് പറഞ്ഞ് എനിക്കില്ല. അവർക്കൊന്ന് കയറിയപ്പോഴേ എനിക്കറിയാം എന്തോ തിരിച്ചിനി ഇറങ്ങി പോകത്തില്ല എന്നുള്ള രീതിയിലാണ് കയറി പകുതി ചെന്ന് കണ്ണു തുറന്നപ്പോൾ എന്തോ ഒരു ശക്തി നമ്മുടെ നെഞ്ചത്തോട്ട് വന്നിട്ട് പറഞ്ഞു ഒന്നുമില്ലെന്നും പറഞ്ഞു. ആ ഒരു ബലം എനിക്ക് കിട്ടി. ഞാൻ ആ ഒരു ഇതിൽ പോയി. അത് കഴിഞ്ഞ് ഡോക്ടർ ജെയ്സൺ ഡോക്ടറായിരുന്നു അന്ന്. ജെയ്സൺ ഡോക്ടർ അന്നോ അല്ല, ഉമേഷ് ഡോക്ടറായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞുടനെ 3 ദിവസം ക്രിസ്ത്യൻ മേഡ്സ് വെച്ച് നോക്കി. മരുന്ന് വൃത്തിയില്ല. അന്നേക്ക് ഇവിടെ കയറി പഴുക്കുകയാണ്. അത് കഴിഞ്ഞ് സർജൻ പിന്നെ എന്താ മറ്റേ ഡോക്ടർ പേരും ഡോക്ടർ അവരും 2-3 പേരുണ്ട്. 3 ഡോക്ടർമാരും നല്ല രീതി അവർ നോക്കി ഈ രീതിയിൽ എന്നെ കൊണ്ടുവന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ. സോമന്റെ ദുരവസ്ഥ കണ്ട് പോലീസുകാർ 1.25 ലക്ഷം രൂപ നൽകി സഹായിച്ചു. മറ്റു പലരും നൽകിയ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. തുടർ ചികിത്സയ്ക്കുള്ള സഹായത്തിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് സോമനും കുടുംബവും.